ക്രിസ്മസിന് 2 ദിവസം മുന്നെയാണ് പിള്ളേരുടെ എക്സാമൊക്കെ കഴിഞ്ഞത്. അപ്പോഴത്തേക്ക് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ എടുത്തു വെച്ച് ഞങ്ങളാണെങ്കിൽ എല്ലാം ഞങ്ങളുടെ കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെക്കാനാണ് തീരുമാനിച്ചത്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലല്ല, ഞങ്ങളുടെ കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ പഴയ ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഉള്ള ഒരു പുൽക്കൂടുണ്ട്. അപ്പോൾ അതും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ടൗണിൽ പോയി മേടിച്ചു. അങ്ങനെ എല്ലാം കണ്ടോ. അപ്പും അമ്മുവും ആണ് മെയിനായിട്ടും, അവർക്കാണ് ഇതൊക്കെ വെക്കാനായിട്ടുള്ള താല്പര്യം. ഞാനെല്ലാം വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അപ്പും അമ്മുവും കൂടെ ചേർന്ന് നല്ല സൂപ്പറായിട്ട് പുൽക്കൂടും ഒക്കെ അലങ്കരിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അമ്മൂൻ്റെ കയ്യിൽ പിന്നെ ഷൂട്ടിങ്ങിന് മൊബൈൽ കൊടുത്തിട്ട് ഞാനും അവരുടെ കൂടെ കൂടി. ഞാനും കൂടെ എന്തെങ്കിലുമൊക്കെ, അപ്പോൾ അവരെന്നെ കളിയാക്കുക, ഒന്നും ചെയ്യാതെ വന്ന് സ്റ്റാറും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ നല്ല തമാശയൊക്കെ ആയിരുന്നു. ഞങ്ങൾ 3 പേരോട് അടിയൊക്കെ കൂടി എങ്ങനെയൊക്കെയോ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഫുൾ തമാശയായിട്ട് അങ്ങ് പോയി. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടനും കൂടെ വന്ന് ലൈറ്റെല്ലാം സെറ്റാക്കിയപ്പോൾ സൂപ്പറായി. ലൈറ്റ് ഇട്ടപ്പോഴാണ് അടിപൊളിയായത്. പിന്നെ രാത്രി ആയപ്പോൾ നല്ല സൂപ്പർ വ്യൂവും ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും പിന്നെ ലൈറ്റും സ്റ്റാറും എല്ലാം. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് എന്തായാലും സൂപ്പറായിരുന്നു. ട്രീയും പുൽക്കൂടൊക്കെ വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് അങ്ങനെ സൂപ്പർ. അങ്ങനെ ഫുൾ തമാശയും. പിന്നെ ഞങ്ങൾ രാത്രിയിൽ പിന്നെ ഹോട്ടലിൽ വെളിയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് അങ്ങനെ ഫുള്ള് അടിപൊളിയായിരുന്നു. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം ക്രിസ്മസിൻ്റെ. എന്തായാലും ട്രീയും സ്റ്റാറൊക്കെ വെച്ചപ്പോഴത്തേക്ക് നല്ല ഫുൾ അടിപൊളി ആയിട്ട് മാറി. പിന്നെ ഞങ്ങൾ കുറേ അവിടെ നിന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ രാത്രി കുറേ നേരം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. പിന്നെ സ്റ്റാർ കണ്ടില്ലേ, ഒരു സ്റ്റാർ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് വേറൊരു സ്റ്റാർ പാവം, അത് നമ്മൾ പിന്നെ ആ ചെടിയുടെ ഇടയിലോട്ട് വെക്കുകയും ചെയ്തു. ഞാൻ പിന്നെ പതിവ് പോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എനിക്ക് പിന്നെ ഫോട്ടോ വീഡിയോ എടുക്കുന്നതാണല്ലോ ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസും പിന്നെ വീഡിയോസും ഒക്കെ എടുത്ത് റീൽസൊക്കെ ചെയ്യാനും പിന്നെ എന്തെങ്കിലും സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടി കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത്. കണ്ടില്ലേ, ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ക്രിസ്മസിൻ്റെ ദിവസം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാനും അമ്മുവും മാത്രമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യ ഒരു കാര്യമായിട്ട് ബാക്കി എല്ലാവരും ഒരു ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോയി. പിന്നെ ഏട്ടൻ ചോറ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മുവും കൂടെ ആയിരുന്നു പാചകം. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ചിക്കൻ കറി വെച്ചു. പിന്നെ ഞാനും അമ്മുവും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. പിന്നെ ചോറും റെഡിയാക്കി. അപ്പോൾ ഏട്ടൻ കഴിക്കാമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉള്ളൂ. ആരും ഇല്ലായിരുന്നല്ലോ, ഞാനും അമ്മും ഏട്ടനും മാത്രമല്ലേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ പാവ സ്റ്റാറിനെ പിന്നെ വേറൊരു ചെടിയിൽ കൊണ്ടുപോയി തൂക്കിയിട്ട് അങ്ങനെ അതവിടെ നിന്നു, ഇത് ഇവിടെ. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൂപ്പറൊക്കെ ആയിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് അടിക്കണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളെ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം.
അപ്പോൾ ശരി ഗൈസ്, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ ഇതൊക്കെയാണ് ക്രിസ്മസിന് കഴിച്ചത്. പക്ഷേ എനിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എല്ലാം അടിപൊളി